ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ആനുകാലിക വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏത്? ഉത്തരം ദി ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. സംവിധാനം ഷെയ്സൺ പി ഔസേപ്പ്. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമയാണ് ദി ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. കോവിഡ് വകഭേദമായ JN1 ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാണ്? 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി. ഉത്തരം ഇമ്മാനുവൽ മക്രോൺ. ഫ്രാൻസിന്റെ പ്രസിഡന്റാണ് ഇമ്മാനുവൽ മാക്രോൺ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ജേതാവ് ആര്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ജേതാവായത് ആര്? ഉത്തരം EV രാമകൃഷ്ണൻ. EV രാമകൃഷ്ണൻ രചിച്ച മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വേദി എവിടെയാണ്? ഉത്തരം തൃശൂർ. ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാലം പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കന്യാകുമാരി. ചാറ്റ് GPTക്ക് ബദലായി ഇന്ത്യൻ കമ്പനിയായ ഒല വികസിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. ഉത്തരം കൃത്രിം. 22 ഇന്ത്യൻ ഭാഷകൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ പ്ലാറ്റ്ഫോമിന് മലയാളം ഉൾപ്പെടെ 10 ഭാഷകളിൽ പ്രതികരിക്കാൻ കഴിയും. സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ആദ്യ നഗരം. സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ആദ്യ നഗരം ഏത്? ഉത്തരം കൊച്ചി. 2022 ഡിസംബറിൽ മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിൻ. 2023 ഡിസംബറിൽ മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേര്? ഉത്തരം മാതൃകം. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വജ്ര വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം സൂററ്റ്. ഗുജറാത്തിലാണ് സൂററ്റ്. ഈ സ്വർണ്ണ വജ്ര വ്യാപാര കേന്ദ്രത്തിന്റെ പേര് സൂറത്ത് ഡയമണ്ട് ബോക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമാണ് ഇത്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായി വനിതകൾ നിർമ്മിച്ച ഉപഗ്രഹം ഏത്? ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായി വനിതകൾ നിർമ്മിച്ച ഉപഗ്രഹം? ഉത്തരം VSAT. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം? ഉത്തരം ധർമ്മടം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനായി അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല ഏത്? പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനായി അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല ഏത്? ഉത്തരം പാലക്കാട്. ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിക്കുമായി ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം ഉപയോഗിക്കുന്ന രാജ്യം? ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിക്കുമായി ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം ഉപയോഗിക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. 2023 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാദജീവി? ഉത്തരം എൽദൂസ നെമോ. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2023 അർഹരായവർ? ചിരാഗ് ഷെട്ടി ആൻഡ് സാത്വിക് സായിരാജ് രംഗറെഡ്ഡി. ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗറെഡ്ഡി എന്നിവർക്കാണ് 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം?
ഇന്ത്യയ്ക്കു വേണ്ടി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം ആര്? ഉത്തരം സഞ്ജു സാംസൺ. 2023 അർജുൻ അവാർഡ് നേടിയ മലയാളി ലോങ് ജമ്പ് താരം ആര്? 2023 അർജുൻ അവാർഡ് നേടിയ മലയാളി ലോങ് ജമ്പ് താരം ആര്? ഉത്തരം എം ശ്രീശങ്കർ. പാലക്കാട് സ്വദേശിയാണ് എം ശ്രീശങ്കർ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ശരണബാല്യം. 2023 അർജുൻ അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആര്? 2023 അർജുൻ അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം. ഉത്തരം മുഹമ്മദ് ഷമി. IPL ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത. IPL ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത ആര്? ഉത്തരം മല്ലിക സാഗർ. യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലെയ്ഫ് എറിക്സൺ ലൂണാർ പ്രൈസ് 2023 ലഭിച്ചത്? ഉത്തരം ISRO. ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയാൻ 3 ദൗത്യ വിജയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഏത്? ഉത്തരം അസർബൈജാൻ. കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം സുധീർ നാഥ്. 2023 ഡിസംബറിൽ പുറത്തുവിട്ട നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ വിവരമനുസരിച്ച് രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഏത്? ഉത്തരം കോഴിക്കോട്. 2023 ഡിസംബറിൽ പുറത്തുവിട്ട നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ വിവരമനുസരിച്ച് രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഏത്? ഉത്തരം കോഴിക്കോട്. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത നഗരമായി തിരഞ്ഞെടുത്തത് കൊൽക്കത്തയാണ്. കോഴിക്കോടിന് 10ാം സ്ഥാനമാണ് ഉള്ളത്. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 22. ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് ഡിസംബർ 22. 1987 ഡിസംബർ 22 ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത്. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി. ഉത്തരം കാസർഗോഡ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ഉത്തരം കേരളം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത്? ഉത്തരം അഹമ്മദാബാദ്. 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം? 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ച രാജ്യം ഏത്? ഉത്തരം ഡെൻമാർക്ക്. അടുത്തിടെ 1800ലധികം വർഷം പഴക്കമുള്ള മഹാശില സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല ഏത്? അടുത്തിടെ 2800ലധികം വർഷം പഴക്കമുള്ള മഹാശില സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. ദ്രോണാചാര്യ പുരസ്കാരം 2023 ലഭിച്ച മലയാളി കബഡി പരിശീലകൻ ആര്? ദ്രോണാചാര്യ പുരസ്കാരം 2023 ലഭിച്ച മലയാളി കബഡി പരിശീലകൻ? ഉത്തരം ഇ ഭാസ്കരൻ. ഇന്ത്യയിൽ മികച്ച പരിശീലകന് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സൊർവേദ് മഹാമന്ദിർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സൊർവേദ് മഹാമന്ദിർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വാരണാസി.
2023 മികച്ച വനിതാ ടെന്നീസ് താരത്തിനുള്ള WTA പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹയായത് ആര്? ഉത്തരം ഇഗ സ്വിയാടെക്. പോളണ്ടിന്റെ ടെന്നീസ് താരമാണ് ഇഗ സ്വിയാടെക്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഫുട്ബോൾ ജേതാക്കൾ ആര്? ഉത്തരം കേരളം. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ജപ്പാനീസ് ചിത്രം? ഉത്തരം ഈവിൾ ഡസ് നോട്ട് എക്സിറ്റ്. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളിയായ പർവ്വതാരോഹകൻ ആര്? ഉത്തരം ഷെയ്ഖ് ഹസൻ ഖാൻ. 2034 ലോകകപ്പ് ഫുട്ബോൾ വേദിയാവുന്നത് ഏതു രാജ്യമാണ്? 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യം? ഉത്തരം സൗദി അറേബ്യ. IPL ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം? ഉത്തരം റോബിൻ മിൻസ്. ജാർഖണ്ഡ് സ്വദേശിയാണ് റോബിൻ മിൻസ്. ISROയുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും സ്ഥാപിതമാവുന്നത് എവിടെയാണ്? ഉത്തരം കവടിയാർ. കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം കനവ്. 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ ഫൈനലിന്റെ ഔദ്യോഗിക മാച്ച് ബോളിന്റെ നാമം? ഉത്തരം വെർട്ടെക്സ് AC-23. ഇന്ത്യയിൽ ആദ്യമായി സൂക്ഷ്മാണു പഠനത്തിനും ഗവേഷണത്തിനുമായി സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം ആരംഭിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം? ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ജൂപ്പിറ്റർ 3. അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം എന്നാണ്? അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 18.